അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 താരീഖ് 1ാമത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. 7ാം ക്ലാസ് താരീഖ് 1ാമത്തെ പാഠം അയ്യൂബ് നബി അലൈഹിസ്സലാം, ഷുഐബ് നബി അലൈഹിസ്സലാം. ഈ പാഠത്തിൽ നമ്മൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചും ഷുഐബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. കൂട്ടുകാർ, ഈ പാഠം നല്ലോണം വായിച്ച് മനസ്സിലാക്കുക. കൂട്ടുകാർ എല്ലാവരും വർക്ക് ബുക്ക് എടുത്തില്ലേ? വർക്ക് ബുക്ക് പേജ് നമ്പർ 5. ആദ്യം യോജിച്ചവ പരസ്പരം ചേർക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം വായിച്ചു നോക്കാം. ഒന്നാമത്തത് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വംശം. 2 ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ വംശം. 3 ബസ്നിയയിൽ നിയുക്തനായ പ്രവാചകൻ. 4 മദിയനിലേക്ക് നിയുക്തനായ പ്രവാചകൻ. 5 മദിയൻകാരുടെ ആരാധ്യ വസ്തു. ഇപ്പുറത്ത് അലിഫ് മദിയനിൻ്റെ സന്താന പരമ്പര. ബാ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പര. ജീം ഷുഐബ് നബി അലൈഹിസ്സലാം. ദാൽ ഐക്കഹ്. ഹാ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഓരോന്നിനും നേരെ ശരിയായതിൻ്റെ ഹർഫ് എടുത്ത് എഴുതണം. ഒന്നാമത്തത് അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വംശം. അതിന് ശരിയായത് ബാ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ സന്താന പരമ്പര. 2 ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ വംശം. അതിന് ശരിയായത് അലിഫ്. മദിയനിൻ്റെ സന്താന പരമ്പര. 3 ബസ്നിയയിൽ നിയുക്തനായ പ്രവാചകൻ. അതിന് ശരിയായത് ഹാ. അയ്യൂബ് നബി അലൈഹിസ്സലാം. 4 മദിയനിലേക്ക് നിയുക്തനായ പ്രവാചകൻ. അതിന് ശരിയായത് ജീം ഷുഐബ് നബി അലൈഹിസ്സലാം. 5 മദിയൻകാരുടെ ആരാധ്യ വസ്തു. അതിന് ശരിയായത് ദാൽ ഐക്കഹ്. ഇനി അടുത്തത് നോക്കൂ. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ വയസ്സ്. ഉത്തരം 93. രണ്ടാമത്തെ ചോദ്യം അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പരീക്ഷണകാലം. ഉത്തരം 13 വർഷം. 3 പരീക്ഷണത്തിന് ശേഷം അയ്യൂബ് നബി അലൈഹിസ്സലാം ജീവിച്ച വർഷം. ഉത്തരം 20 കൊല്ലം. നാലാമത്തെ ചോദ്യം ഡമസ്കസിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നാട്. ഉത്തരം ബസ്നിയ. ഇനി 6ാമത്തെ പേജ് നോക്കൂ. ഉത്തരം കണ്ടെത്താം. ഒന്നാമത്തെ ചോദ്യം അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ 1ാമത്തെ പരീക്ഷണം. ഉത്തരം സൗഖ്യവും ഐശ്വര്യവും. രണ്ടാമത്തെ ചോദ്യം 1ാമത്തെ പരീക്ഷണത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം എങ്ങനെ വിജയം വരിച്ചു? ഉത്തരം അല്ലാഹു തആലയോട് നന്ദിയും വിനയവും പ്രകടിപ്പിച്ചും ധനം കൊണ്ട് ധർമ്മവും പരോപകാരം ചെയ്തും ഈ പരീക്ഷണത്തിൽ പൂർണ്ണ വിജയം കൈവരിച്ചു. മൂന്നാമത്തെ ചോദ്യം അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ 2ാമത്തെ പരീക്ഷണം. ഉത്തരം സമ്പത്തിലും സന്താനത്തിലും ശരീരത്തിലും വിപത്തുകൾ നൽകി പരീക്ഷിച്ചു. നാലാമത്തെ ചോദ്യം 2ാമത്തെ പരീക്ഷണത്തിൽ അയ്യൂബ് നബി അലൈഹിസ്സലാം എങ്ങനെ വിജയം വരിച്ചു? ഉത്തരം നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളിൽ ക്ഷമ പാലിച്ചും അവശേഷിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിയും
പൂർണ്ണ വിജയം കൈവരിച്ചു. അഞ്ചാമത്തെ ചോദ്യം, എപ്പോഴാണ് അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പരീക്ഷണങ്ങൾ ഉണ്ടായത്? ഉത്തരം, പ്രബോധന ദൗത്യം പൂർത്തീകരിച്ച ശേഷമാണ് പരീക്ഷണങ്ങൾ ഉണ്ടായത്. ആറാമത്തെ ചോദ്യം, വിഷമങ്ങൾ വർദ്ധിച്ചപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥന. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിതാബിൽ 7-ാമത്തെ പേജിൽ 7-ാമത്തെ വരി നോക്കൂ. അന്നി മസ്സനിയല്ലുറു വ അൻത അർഹമുർ റാഹിമീൻ. ഇതാണ് ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി 7-ാമത്തെ ചോദ്യം, അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ആരോഗ്യം തിരിച്ചു കിട്ടിയത് എങ്ങനെ? 7-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിതാബിൽ 7-ാമത്തെ പേജ് എടുക്കൂ. അതിൽ 9-ാമത്തെ വരിയിൽ നോക്കൂ. അല്ലാഹു തആല അത് മുതൽ സുഖപ്പെട്ടു അതുവരെ എഴുതണം. അല്ലാഹു തആല അദ്ദേഹത്തോട് ഭൂമിയിൽ ഒന്ന് ചവിട്ടാൻ പറഞ്ഞു. അപ്പോൾ തണുത്ത ജലം പൊട്ടി പ്രവഹിച്ചു. അതിൽ നിന്ന് അദ്ദേഹം കുടിച്ചു. അതിൽ നിന്ന് കുളിക്കുകയും ചെയ്തു. അതോടെ രോഗം സുഖപ്പെട്ടു. ഇനി 8-ാമത്തെ ചോദ്യം, മദിയൻ നിവാസികളുടെ നീചവൃത്തികൾ എന്തെല്ലാമായിരുന്നു? 8-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിതാബിൽ 8-ാമത്തെ പേജ് എടുക്കൂ. അതിൽ 3-ാമത്തെ വരി നോക്കൂ. മദിയൻ നാട്ടുകാർ അത് മുതൽ അടുത്ത വരിയിൽ അവസാനം കൊള്ളയടിക്കുന്നവരുമായിരുന്നു. മദിയൻ നാട്ടുകാർ ഐക്കനെ ആരാധിക്കുന്ന മുശ്രിക്കുകളായിരുന്നു. അവർ അളവിലും തൂക്കത്തിലും വഞ്ചന നടത്തുന്നവരും യാത്രക്കാരെ കൊള്ളയടിക്കുന്നവരുമായിരുന്നു. ഇനി വർക്ക് ബുക്കിൽ 7-ാമത്തെ പേജ് നോക്കൂ. സാരം പറയാം. അതിൽ 1-ാമത്തത്, അന്നി മസ്സനിയല്ലുറു വ അൻത അർഹമുർ റാഹിമീൻ. ഇതിന്റെ അർത്ഥം എഴുതണം. ഇതിന്റെ അർത്ഥം 7-ാമത്തെ പേജിൽ 7-ാമത്തെ വരിയിൽ അവസാനം നോക്കൂ. തീർച്ചയായും അത് മുതൽ അടുത്ത വരിയിൽ അവസാനം വലിയ കരുണാവാരിധിയാകുന്നു. തീർച്ചയായും എന്നെ വിഷമം ബാധിച്ചിട്ടുണ്ട്. നീ കരുണാവാരിധികളിൽ ഏറ്റവും വലിയ കരുണാവാരിധിയാകുന്നു. ഇനി 2-ാമത്തത്, ഇന്നാ വജദ്നാഹു സ്വാബിരൻ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. ഇതിന്റെ അർത്ഥം 7-ാമത്തെ പേജിൽ 2-ാമത്തെ പാരഗ്രാഫിൽ 2-ാമത്തെ വരി നോക്കൂ. ക്ഷമാശീലനായി അത് മുതൽ അടുത്ത വരിയിൽ അവസാനം മടങ്ങുന്നവനാകുന്നു. ക്ഷമാശീലനായി അദ്ദേഹത്തെ നാം കണ്ടു. അദ്ദേഹം വളരെ നല്ല ദാസൻ തന്നെ. തീർച്ചയായും അത്യധികം ഖേദിച്ച് മടങ്ങുന്നവനാകുന്നു. ഇനി അടുത്തത് നോക്കൂ. സന്ദർഭം വിവരിക്കാം. നീ സത്യവാദിയെങ്കിൽ ആകാശത്തിന്റെ കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ വീഴ്ത്തുക. ശുഐബ് നബി അലൈഹിസ്സലാമിന് സ്വാധീനം കൂടുമെന്നും വിശ്വാസികൾ വർദ്ധിക്കുമെന്നും ശത്രുക്കൾ ഭയപ്പെട്ടപ്പോൾ അവർ ശുഐബ് നബി അലൈഹിസ്സലാമിനെ എറിഞ്ഞു കൊല്ലുമെന്നും അനുയായികളോടൊപ്പം നാട് കടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും നീ സത്യവാദിയെങ്കിൽ ആകാശത്തിന്റെ കഷ്ണങ്ങൾ ഞങ്ങളുടെ മേൽ വീഴ്ത്തുക എന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു. ഇനി അടുത്തത് നോക്കൂ. ഖണ്ഡിക എഴുതുക. അതിൽ 1-ാമത്തത്, പരീക്ഷണങ്ങൾ അതിജീവിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാം. അപ്പൊ നോക്കൂ. ആദ്യം സൗഖ്യവും ഐശ്വര്യവും നൽകി അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ പരീക്ഷിച്ചു. ശരീരത്തിന് ആരോഗ്യവും സമ്പത്തിൽ സമൃദ്ധിയും സന്താനത്തിൽ വർധനവും നൽകി. ഈ പരീക്ഷണത്തിൽ അദ്ദേഹം അല്ലാഹുവിന് നന്ദിയും വിനയവും പ്രകടിപ്പിച്ചു. ധനം കൊണ്ട് ധർമ്മവും പരോപകാരവും ചെയ്തു. 2-ാമതായി വിപത്തുകൾ നൽകി പരീക്ഷിച്ചു. സമ്പത്തിലും സന്താനത്തിലും ശരീരത്തിലും വിപത്തുകൾ നൽകി. ഈ പരീക്ഷണത്തിലും അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചു.
നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളിൽ ക്ഷമ പാലിക്കുകയും അവശേഷിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. ഖണ്ഡികയിൽ രണ്ടാമത്തത് നോക്കൂ. ശുഐബ് നബി അലൈഹിസ്സലാമും മദിയൻ നിവാസികളുടെ ഭീഷണിയും. രണ്ടാമത്തെ ഖണ്ഡികയിൽ എഴുതേണ്ടത് കിതാബിൽ 8-ാമത്തെ പേജ് നോക്കൂ. അതിൽ 1-ാമത്തെ വരിയിൽ മദിയൻ നിവാസികളിലേക്ക് അതുമുതൽ 10-ാമത്തെ വരിയിൽ നാട് കടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. അതുവരെ എഴുതണം. മദിയൻ നിവാസികളിലേക്ക് നിയുക്തനായ റസൂലാണ് ശുഐബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുത്രനായ മദിയനിന്റെ സന്താന പരമ്പരയിലാണ് അദ്ദേഹം ജനിച്ചത്. മദിയൻ നാട്ടുകാർ ഐക്കനെ ആരാധിക്കുന്ന മുശ്രിക്കുകളായിരുന്നു. അവർ അളവിലും തൂക്കത്തിലും വഞ്ചന നടത്തുന്നവരും യാത്രക്കാരെ കൊള്ളയടിക്കുന്നവരുമായിരുന്നു. ശുഐബ് നബി അലൈഹിസ്സലാം അവരെ സത്യവിശ്വാസത്തിലേക്കും നീതിയിലേക്കും നന്മയിലേക്കും ക്ഷണിച്ചു. അവർ നിഷേധിക്കുകയും പരിഹസിക്കുകയുമാണ് ഉണ്ടായത്. അദ്ദേഹം തെളിവുകൾ നിരത്തിക്കൊണ്ട് സൗമ്യമായി പ്രബോധനം തുടർന്നു. അപ്പോൾ ചിലർ വിശ്വസിച്ചു. ശുഐബ് നബി അലൈഹിസ്സലാമിന് സ്വാധീനം കൂടുമെന്നും വിശ്വാസികൾ വർദ്ധിക്കുമെന്നും ശത്രുക്കൾ ഭയപ്പെട്ടു. അവർ ശുഐബ് നബി അലൈഹിസ്സലാമിനെ എരിഞ്ഞു കൊല്ലുമെന്നും അനുയായികളോടൊപ്പം നാട് കടത്തുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതോടെ ഈ പാഠത്തിന്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.